ഹലോ, ഞാൻ ജേസൺ ചാക്കോ. ഈ ചാനലിലൂടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒന്ന്, അനേകം സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ പ്രധാനമായും സ്ത്രീകൾ കുടുംബത്തിൽ ഒരു വിദ്യാഭ്യാസം വേണ്ടത്രയില്ല, അഥവാ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ ഒരു ജോലി കയറാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇനി ജീവിതത്തിൽ ഒന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് തള്ളിവിടുക, അവരുടെ ലക്ഷ്യങ്ങളോ അല്ല ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് വേറെ വഴികളൊന്നുമില്ല. ഒരു ഭർത്താവിൻ്റെ കൂലിപ്പണിയോ മറ്റെന്തെങ്കിലും ഒരു ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ പോംവഴികളില്ല. അങ്ങനെ ഞെരുങ്ങിക്കഴിയുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഇനിയും പലതും പഠിക്കാൻ കഴിയുമെന്നും അവരുടെ ജീവിതത്തിൽ വലിയ സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുള്ളതും അവർക്കൊരു പ്യൂൺ ജോലി പോലും കിട്ടാൻ നിവൃത്തിയില്ലെങ്കിലും മാനേജർമാർക്ക് ശമ്പളം കൊടുക്കുന്ന നിലയിലേക്ക് ഉയരുവാൻ അവർക്ക് കഴിയുമെന്നും ഉള്ള ഒരു ആത്മവിശ്വാസം കൊടുത്ത് അവരെ പരിശീലനം നേടി കരുത്തരായി നല്ല ഒരു സംരംഭം തുടങ്ങി വരുമാനം വർദ്ധിപ്പിച്ച് കുടുംബത്തിന് നല്ല ഒരു വരുമാന സ്രോതസ്സായി മാറുകയും അവർക്ക് ആത്മാഭിമാനവും സന്തോഷവും ലഭിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് വളർത്തുന്നതിന് വേണ്ട പ്രോത്സാഹനം, ഉത്തേജനം, അതിന് വേണ്ട ഇൻഫർമേഷൻസ് നൽകുക. രണ്ടാമതായിട്ട്, കേരളത്തിലെ വിദ്യയിലെന്ന് പറയുന്ന സംരംഭകർ അപൂർവം ചില സംരംഭങ്ങൾ മാത്രം പെട്ടെന്ന് വലിയ തോതിൽ ഉയർന്നു വരികയും അല്ലാതെ ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര പരിശീലനം നേടാതെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി, ലോ ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടാക്കി അത് മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്നു. ഈ ഒരു രീതിയാണ് പൊതുവേ ഉള്ളത്. നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചായ തന്നെ, ട്രെയിനിൽ കയറി ചായ എന്ന് വിളിക്കുന്നവർ അനേകരുണ്ട്. പക്ഷേ ഒരു നല്ല ചായ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും കുടിക്കാൻ സാധിക്കുമോ? ഇതാണ് ഈ വിളി, ഈ ആഞ്ഞുള്ള വിളിയുടെ സ്ഥാനത്ത് ആ ചായ ഒന്ന് മെച്ചപ്പെടുത്താൻ ഒരല്പവും ശ്രദ്ധിക്കുവാണെങ്കിൽ എത്രയോ പേര് ചായ കുടിച്ചേനെ. അപ്പം ഇത് അടിസ്ഥാനപരമായ ഒരു തെറ്റായ ധാരണകളുടെ പുറത്താണ് ഈ മനുഷ്യൻ്റെ ആ രീതികൾ, അവൻ്റെ സംസ്കാരങ്ങളും ഒക്കെ അവനെ അങ്ങനെ ഒരു നല്ല ക്വാളിറ്റി ലൈഫ്, ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കണമെന്നുള്ളൊരു ചിന്താഗതിയേ ഇല്ല. എങ്ങനെ പറ്റിച്ചെന്തെങ്കിലും ചെയ്യണം, ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിൽ കൊടുത്ത് കാശുണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നീങ്ങുന്നവരാണ് പലരും. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ശരിയായ ഇൻഫർമേഷൻ കൊടുത്ത്, ശരിയായ ക്വാളിറ്റി കോൺഷ്യസ്നെസ് കൊടുത്ത് ലോകത്തിന് കൊള്ളാവുന്ന, ലോകത്തിൽ ഏത് രാജ്യത്തിലേക്കും വേണ്ട ഇൻ്റർനാഷണലായിട്ട് പ്രോഡക്ട്സ് കൊടുത്ത് അവർക്ക് കൊള്ളാവുന്ന ലോകത്തിലെ ഏത് കമ്പനിയോടും ഏത് പ്രോഡക്റ്റിനോടും മത്സരിക്കാൻ കഴിയുന്ന കരുത്തുള്ള ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, ലോകത്തിന് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന, സേവനങ്ങൾ കൊടുക്കുന്ന, വെല്ലാൻ കഴിയുന്ന, ആരെയും വെല്ലാൻ കഴിയുന്ന നല്ല ചില സംരംഭകരെ, ഒരു പറ്റം സംരംഭകരെ വാർത്തെടുക്കുക. അപ്പോൾ അവരുടെ ഈ നമ്മുടെ നാട്ടിൽ അല്ലെ ചുറ്റുപാടുകളിലോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ചിന്താഗതിയിൽ നിന്ന് ഇല്ല, ഞാൻ ഒരു ഒന്നാംകിട സംരംഭകനായി ലോകത്ത് ഏത് രാജ്യത്തേക്കും നല്ല സാധനം, ഉൽപ്പന്നം കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻ്റർനാഷണൽ നിലവാരമുള്ള ഒരു സംരംഭകനായി മാറുവാൻ എന്നുള്ള ആ ബോധ്യം അവർക്ക് കൊടുത്തുകൊണ്ട്, അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആ നിലയിലേക്ക് പോകാനായിട്ട് വേണ്ട പ്രോത്സാഹനവും ഇൻഫർമേഷൻസും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞ കേവലം ഒരു ഉപജീവനം കഴിക്കുക എന്നുള്ളതിലുപരിയായിട്ട് വലിയൊരു ചില വ്യവസായ സ്വപ്നങ്ങളുള്ള ആളുകൾ, അവർക്ക് വേണ്ട ഒരു ഇൻറ്റൻസീവായിട്ട് അവർക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കോച്ചിങ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു 3 ദിവസത്തെ ട്രെയിനിങ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് വ്യവസായ വകുപ്പ് സാധാരണ നടത്തുന്ന സെമിനാറുകൾ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ തുടങ്ങിയാൽ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആകുമ്പോൾ ബ്ലോക്ക് തലത്തിൽ ഒരു 1 ഡേ സെമിനാർ നടത്തും, ഒരു അവയർനെസ് പ്രോഗ്രാം. പിന്നീട് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ താലൂക്ക് തലത്തിൽ ഒരു 1 ഡേ പ്രോഗ്രാം നടത്തും.
അതും കഴിയുമ്പോൾ ഒരു നവംബർ ഡിസംബറോടുകൂടി ജില്ലാതലത്തിൽ ഒരു 1 ഡേ സെമിനാറ്, 2 ദിവസത്തെ ഒരു ടെക്നോളജി ക്ലിനിക്ക്, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുവാനുള്ള പരിശീലനം, പിന്നെ സംരംഭം തുടങ്ങാനായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടി 15 ദിവസത്തെ EDP എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അങ്ങനെ ഉള്ള പരിശീലനങ്ങളാണ് ഉള്ളത്. ഇതെല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആ സമയത്ത് അത് സൗജന്യമായിട്ടുള്ള ഈ സേവനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ സമയം മാർച്ച് മാസം, ഏപ്രിലോ മെയ്യിലോ ഒന്നും അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ഇല്ല. അപ്പോൾ ഈ സമയത്ത് ഊർജിതമായി ചില ആളുകൾ, അനേക വ്യവസായികൾ, നല്ല നിലയിൽ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട അവരുടെ ആവശ്യമനുസരിച്ച് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല നിലയിൽ ഒരു സംരംഭം തുടങ്ങണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അവരെ കൂടുതൽ എക്വിപ്ഡ് ആക്കുക എന്നുള്ള അവരുടെ ആവശ്യപ്രകാരം വച്ചിരിക്കുന്ന ഈ ഒരു ട്രെയിനിങ്ങിൽ അവർ തന്നെ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടതുണ്ട്. മറ്റേത് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് അവർ ചിലവ് വഹിച്ച് അതിന് ഹോട്ടല്, ഫുഡ്, മറ്റ് ക്വാളിറ്റിയുള്ള ഫാക്കൽറ്റികളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുന്ന ഇതെല്ലാ കാര്യങ്ങളും നടത്തുന്നതിനുള്ള ചിലവ് അവർ തന്നെ വഹിക്കേണ്ടതുണ്ട്. അപ്പം എന്നാൽ അങ്ങനെ ചിലവ് വഹിക്കാൻ തയ്യാറായി അനേകർ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് പേര് നൽകുക. കാര്യം 100 പേരായി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് ഒരാവശ്യമുണ്ടായാൽ മാത്രമേ പിന്നീട് 2-3 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് മുടക്കുന്ന ചെറിയൊരു ചിലവിന് വേണ്ടി മുടക്കുന്ന ഒരു പൈസയെക്കാളും അനേകം മടങ്ങ് അവർക്കൊരു നേട്ടം കിട്ടുമെന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഇൻറ്റൻസീവ് ഹൈ ക്വാളിറ്റി പവർ പാക്ഡ് ട്രെയിനിങ് ആയിരിക്കും അത്. അതിനുവേണ്ടി ഒരുക്കങ്ങൾ ഇപ്പോൾ മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ഒരു ട്രെയിനിങ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട പങ്കെടുക്കേണ്ടവർ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവർ പേര് കൊടുക്കുക. അല്ലാത്തവർ ഗവൺമെൻറ് അടുത്ത ഈ വ്യവസായ വകുപ്പ് നൽകുന്ന ഈ ട്രെയിനിങ്ങുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ട്രെയിനിങ്ങുകൾ, സെമിനാറുകൾ, ഇൻഫർമേഷൻസ് അവിടെ നിന്ന് എടുക്കും. അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസിലോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ പോയാൽ നിങ്ങൾക്ക് വേണ്ട ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട്, വ്യവസായം തുടങ്ങാൻ വേണ്ട ഇൻഫർമേഷൻസ് നൽകുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ ഏത് രീതിയിലും ഒരു സംരംഭം തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം